ബ്രിക്ക് വർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ബ്രിക്ക് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ എന്ന് പറയുന്നത് 1:7 ആണ്. ബ്രിക്ക് വർക്കിന് നമ്മൾ പല ബ്രിക്ക് ഉപയോഗിക്കാറുണ്ട്. ഒന്നെങ്കിൽ റെഡ് ബ്രിക്ക്, അതല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്ക് ബ്രിക്ക്, അതല്ലെങ്കിൽ AAC ബ്ലോക്ക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബ്രിക്ക് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമ്മൾ കൺസ്ട്രക്ഷന് റെഡ് ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നോർമലി സിമെൻറ്റ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ, സിമെൻറ്റ് അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ എംസാൻഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:7 ആണ്. അപ്പോൾ ഒരു ചട്ടി സിമെൻറ്റിന് 7 ചട്ടി എംസാൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ഷന് ഇതിൻ്റെ മിക്സ് റേഷ്യോ വരുന്നത്. കൺസ്ട്രക്ഷനിൽ റെഡ് ബ്രിക്ക് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് കെട്ടാൻ കഴിയും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ കൺസ്ട്രക്ഷനിൽ റെഡ് ബ്രിക്ക് ഉപയോഗിക്കുമ്പം ഒരു 3 ബോണ്ടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്നാമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്, രണ്ടാമത് ഫ്ലെമിഷ് ബോണ്ടാണ്, പിന്നീടുള്ളത് ഹെഡർ ബോണ്ടാണ്. ഈ 3 രീതിയിൽ നമുക്ക് കൺസ്ട്രക്ഷൻ സാധാരണഗതിയിൽ ബിൽഡിങ്ങിലെ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യാറുള്ളതാണ്. ഒരു കട്ടയുടെ ഈ ഒരു ഫേസിനെയാണ് നമ്മൾ സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിനെ ഇതിൻ്റെ ഹെഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും നമ്മുടെ ബ്രിക്ക് വർക്കിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഈ വീഡിയോ എന്ന് പറയുമ്പം കട്ട ഇടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കട്ട അടുക്കിയിരിക്കുന്നത്. അല്ലാതെ ഇതിനിടയിലെ ചാന്തോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടുന്നില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ കട്ട ഇടുന്നതിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. മേശരിമാർ ഇതിനെ ആണിക്ക് കെട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു വരി മുഴുവൻ സ്ട്രെച്ചർ ഫേസ് ആണ്. ഇതിൻ്റെ ഏറ്റവും നീളം കൂടിയ പോർഷൻ നമ്മളെ കാണുന്ന വിധത്തിലായിരിക്കും സ്ട്രെച്ചർ ഫേസ്. ആദ്യത്തെ ഒരു വരി മുഴുവൻ. ഇതിൻ്റെ അപ്പർ സൈഡിൽ ഒരു വരി ഉണ്ട്. ഇത് 9 ഇഞ്ചിൻ്റെ ഒരു ഭിത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിലും കട്ട ഇരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഏത് സൈഡിൽ നോക്കിയാലും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും. അതിൻ്റെ അടുത്ത വരി എന്ന് പറയുന്നത്, രണ്ടാമത്തെ വരിയും ഹെഡർ ഫേസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വരി എന്ന് പറയുമ്പോൾ സ്ട്രെച്ചർ ഫേസ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വരി എന്ന് ഹെഡർ ഫേസ്. ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ കട്ടയുടെ ജോയിൻ്റ്, ഈ ഗ്യാപ്പുകളൊന്നും നമ്മൾ ചാന്ത് ഫില്ല് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം കട്ട അടുക്കിയേക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട ഈ രീതിയിൽ ഹെഡർ, ഈ പോർഷൻ ഹെഡർ, ഇതെല്ലാം ഫേസിൽ വരുന്ന രീതിയിലാണ് ഒരു വരി അടുക്കിയിരിക്കുന്നത്. അതിന് അടുത്ത വരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറാണ് ഈ ഫേസിലെല്ലാം വരുന്നത്. ഇതിൻ്റെ അപ്പർ സൈഡ് വേണ്ട ഇതാണ്. പിന്നെ ഇടയിലെല്ലാം ചാന്ത് ഫില്ല് ചെയ്തിട്ട് ഈ രീതിയിലായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാറുള്ളത്. നമ്മൾ കട്ട വേറെ ഒരു രീതിയിൽ അടുക്കിയേക്കുവാണ്. ഈ രീതിയിലാണ് നോർമലി നമ്മൾ കൺസ്ട്രക്ഷൻ മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഈ ഫേസിൽ നമ്മൾ നമ്മൾ ഹെഡർ പോർഷൻ, ഇത് സ്ട്രെച്ചർ ഫേസ്, അങ്ങനെ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ കട്ട എല്ലാ വരികളിലും ഈ ഒരു ഒറ്റ പാറ്റേൺ ആയിരിക്കും നമ്മൾ ഭിത്തിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മിക്കവാറും കൺസ്ട്രക്ഷൻ സാധാരണ ഇത് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഭിത്തിയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഭിത്തിയിൽ ഈ കട്ടയുടെ സ്ട്രെച്ചർ ഫേസാണ്, ഇത് ഹെഡർ ഫേസാണ്. അത് എല്ലാ വരിയിലും, ഈ ഒരു വരിയിൽ എല്ലാ വരിയിലും, ഈ വരിയിലായാലും എല്ലാ വരികളിലും ഹെഡർ ഫേസും കാണും, അതിൻ്റെ സ്ട്രെച്ചർ ഫേസും കാണും. ആ രീതിയിലായിരിക്കും നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിൽ കൺസ്ട്രക്ഷൻ വരുന്നത്. കട്ട നമ്മൾ അടുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഈ പോർഷൻ ഹെഡർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ കട്ട നമ്മൾ ഹെഡർ പോർഷൻ നമ്മളെ കാണുന്ന വിധത്തിൽ നമ്മൾ നേരെ നോക്കുമ്പം ഈ പോർഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പം എല്ലാ കട്ടയും നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും അടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അടുത്ത കട്ട വെക്കുമ്പം ഏകദേശം നമ്മുടെ ഈ ജോയിൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത കട്ട വരുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. ഉദാഹരണത്തിന് അടുത്ത കട്ട വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ, ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ഒരു പാറ്റേണിൽ നമ്മൾ കട്ട അടുക്കി നമ്മൾ കട്ട കിട്ടുന്നതിനാണ് അതിൻ്റെ ഹെഡർ ബോണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു പാറ്റേൺ ഇത്തരം രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ കെട്ടാറുള്ളത് റൗണ്ട് ഷേപ്പ്, അത്തരത്തിലുള്ള കൺസ്ട്രക്ഷന് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഹെഡർ ബോണ്ടിൽ നമ്മൾ ചെയ്യാറുള്ളത്.